ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാൻറ്റിലും സ്കേർട്ടിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു പാൻറ്റാണ്, ഈ ഒരു പാൻറ്റിൽ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇലാസ്റ്റിക് നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക് തന്നെ എടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് നമുക്ക് കുറച്ചിട്ടെടുക്കുക. അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് 4 ഇഞ്ച് വരെ നമുക്ക് കുറച്ചിട്ട് എടുക്കുക. അതാണ് ഇലാസ്റ്റിക്കിൻ്റെ പാകം അളവ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു പാൻറ്റാണ്. ഈ ഒരു പാൻറ്റിൻ്റെ ഒരു ക്രോച്ച് ഭാഗം ഞാൻ രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം, മറ്റേ ഭാഗം ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതാ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പം നമ്മളിതുപോലെ ഞാൻ നല്ല വശം ചീത്ത വശം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു അടയാളം കൊടുത്തതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാൻറ്റിൻ്റെ ഈ കരഭാഗം മേൽഭാഗം തേര് വശമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനനുസരിച്ചിട്ട് അളവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പാൻറ്റിൻ്റെ അളവൊന്നും ഞാൻ അതിൽ പറയണില്ല, ഞാൻ ഇലാസ്റ്റിക് മാത്രമേ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി മാത്രം ഇത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഒരു 1.25 ഇഞ്ചൊക്കെ നമുക്ക് ഇവിടെ എടുത്താൽ മതിയാവും. ഇതുപോലെ മടക്കുക. ഇലാസ്റ്റിക് കൊള്ളുന്ന രീതിയിൽ നമുക്ക് വെച്ച് നോക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇതിന്മേൽ ഈ അരിവ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ ആദ്യം ഒന്നുകിൽ ഇതുപോലെ വരച്ചെടുക്കുക, അളവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും ഏറ്റവും ബെറ്റർ പിൻ കുത്തി വെക്കുക. ആദ്യം ഫുള്ളായിട്ട് നമുക്ക് പിൻ കുത്തി വെക്കുക. എന്നിട്ട് ഈ അരിവ് കൂടി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണമെന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് ഭാഗം മനസ്സിലാവാത്തതെന്നൊക്കെ. ഇനി ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് മേലെ ഒരു പിൻ കുത്തി വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ള് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ 2 അറ്റവും നമുക്ക് ആദ്യം ഞാനൊരു പിൻ കുത്തി വെക്കുന്നുണ്ട് 2 അറ്റത്തും, കാരണം ഉള്ളിലേക്ക് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പിൻ കുത്തി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കുക. എന്നിട്ട് 2 അറ്റത്ത് കൂടി നല്ല കെട്ടിട്ടിട്ട് തന്നെ അടിച്ചു കൊണ്ടുവരാം. ഇവിടെ കുത്തി വെച്ച് നമുക്ക് ഇങ്ങനെയാണ് തുടക്കക്കാർക്ക് ഏറ്റവും ഈസിയുള്ള മെത്തേഡാണിത്. മറ്റേത് നമ്മൾ ആദ്യം തന്നെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് പിന്നെ അത് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാര്യം തുടക്കക്കാർക്ക്. മറ്റുള്ളവർക്ക് അത് ഈസി ആയിട്ട് വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് 2 അറ്റവും നന്നായിട്ട് വലിച്ച് പിടിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഞെറിവ് വരും. അതിനു വേണ്ടി ഇനി ഈ 2 അറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. 2 അറ്റം സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് 2 സൈഡിലേക്കും നന്നായിട്ട് വലിച്ച് പിടിക്കുക. അതുപോലെ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ട് ഞെറി വരും. നല്ല നീറ്റായിട്ട് കാണുന്നില്ലേ. ഇനി നമുക്കിതിൻ്റെ മറ്റേ ക്രോച്ച് ഭാഗങ്ങൾ രണ്ടും കൂടി
അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ നടുവ് കൂടി സെൻറ്റർ കൂടി തന്നെ നമുക്കൊരു സ്റ്റിച്ച് കൊണ്ടുപോകണം. ഇതുപോലെ നമുക്ക്, കാരണം നമ്മൾ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുളിഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിന് ആദ്യം തന്നെ നല്ല കെട്ടിട്ടടിച്ചിട്ട് ഇത് സെൻറ്ററിലൊരു കെട്ടിട്ടിട്ട് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങനെ കൊണ്ടുവരാൻ. ഇതുപോലെ നന്നായിട്ട് ഫുള്ളായിട്ട് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരേണ്ടത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെയും കൂടി ചെയ്താൽ നമ്മുടെ ഇലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കും. ഇനി നമുക്ക് രണ്ട് ഭാഗം കൂടി ഈ ക്രോച്ചും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. ഈ രണ്ട് ഭാഗവും കൂടി നന്നായിട്ട് ജോയിൻ ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഫുള്ളായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നത്, ഇതിങ്ങനെ ഉണ്ടല്ലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഭാഗം മാത്രം ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിങ്ങനെ പരത്തി വെച്ചിട്ട് ഒന്ന് രണ്ട് ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നാൽ അവിടെ അമർന്നവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ.